ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, 1000 മണിയുടെ നാക്കടക്കിയിടാമൊറ്റ വായിലെ നാവാർക്കാനും കെട്ടുവാൻ കഴിയുമോ? ഈ ചോദ്യത്തിൻ്റെ പൊരുൾ എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്കറിയാം, പെരുന്തച്ഛൻ്റെ നിരപരാധിത്വം വെളിവാക്കുന്ന വരികളാണിവ. 1000 മണിയുടെ നാവിനേക്കാൾ ശക്തമാണ് മനുഷ്യൻ്റെ നാവ് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനെ തടയാൻ ആർക്കും കഴിയില്ല. മനുഷ്യജീവിതം തകർക്കാൻ അതിന് കഴിയും. മനുഷ്യൻ്റെ അപവാദ പ്രചാരണങ്ങളെ തടുക്കാൻ കഴിയില്ലെന്ന് ഈ വരികളിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, എൻകരം തോറ്റാൽ എന്തിനാണെൻ മക്കൾ ജനിക്കുമ്പോൾ എൻ കണ്ണിലുണ്ണിക്കേലും പൂക്കളേം പൂക്കളല്ലേ, കൊച്ചനെ സ്തുതിക്കുമ്പോളെ മുഖം മങ്ങി പോലും തച്ചനായാലും. എന്താണ്, ഒരച്ഛനല്ലതായി പോമോ എന്നാണ് ചോദിക്കുന്നത്. ഈ വരികളിൽ തെളിയുന്ന പെരുന്തച്ഛൻ്റെ മാനസികാവസ്ഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പെരുന്തച്ഛൻ്റെ വിചാരങ്ങൾ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം വ്യക്തമാക്കുന്നു. സമൂഹം തന്നിൽ ആരോപിക്കുന്ന മകൻ്റെ ഘാതകനാണ് താനെന്ന് അദ്ദേഹം കുറ്റം നിഷേധിക്കുന്നു. തന്നേക്കാൾ കഴിവുള്ള മകനെ അംഗീകരിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. മകൻ്റെ പ്രശസ്തി തൻ്റെ പ്രശസ്തിയായി കാണുന്നു. സ്വന്തം മകൻ്റെ ഉയർച്ചയിൽ അഭിമാനിക്കാത്ത ഏതച്ഛനാണ് ഉള്ളതെന്ന് പെരുന്തച്ഛൻ ചോദിക്കുന്നു. തനിക്കെതിരെയുള്ള അപവാദത്തെ അദ്ദേഹം പുച്ഛത്തോടെ കാണുന്നു. മകൻ്റെ പ്രശസ്തിയിൽ അസൂയാലുവാൻ താൻ വെറുമൊരു തച്ചൻ മാത്രമല്ല, അച്ഛൻ കൂടിയാണെന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. തച്ചനായതുകൊണ്ട് ഞാൻ അച്ഛനല്ലാതായി പോകുമോ എന്ന പെരുന്തച്ഛൻ്റെ ചോദ്യം സമൂഹ മനസാക്ഷിയെ പിടിച്ചുലക്കുന്നു. ഒരച്ഛൻ്റെ അഭിമാനവും മകനോടുള്ള വാത്സല്യവും സ്നേഹവും ഈ വരികളിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാം. അപ്പോൾ പെരുന്തച്ഛൻ്റെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, അല്ലേ? ഒന്ന്, തൻ്റെ മകനെ ഞാൻ കൊന്നിട്ടില്ല, തൻ്റെ മകൻ്റെ ഘാതകൻ ഞാനല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മകൻ്റെ പ്രശസ്തിയിൽ ഏതൊരച്ഛനാണ് അഭിമാനം കൊള്ളാത്തത് എന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കർണൻ പാണ്ഡവരുടെ സ്വജനമാണെന്ന് സ്ഥാപിക്കാൻ കൃഷ്ണൻ നിരത്തുന്ന യുക്തികൾ എന്തെല്ലാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു കന്യകയിൽ കാനീനനോ സഹോദരനോ ജനിക്കുന്ന ശിശുവിനെ ആ കന്യകയെ വിവാഹം കഴിക്കുന്നയാൾ പിതാവായി തീരും. അതിനാൽ ധർമ്മശാസ്ത്ര വിധിപ്രകാരം കുന്തിയെ വിവാഹം കഴിച്ച പാണ്ഡു കർണൻ്റെ പിതാവാണ്. മാതൃവശാൽ മാത്രമല്ല, പിതൃവശാലും കർണൻ പാണ്ഡവനാണെന്ന് കൃഷ്ണൻ സ്ഥാപിക്കുന്നു. മറ്റൊരു ചോദ്യം, സുയോധനൻ്റെ കപ്പലിപ്പോൾ നടുക്കടലിലാണ്. ആ നൗകയെ ഇങ്ങനെ നടുക്കടലിലേക്ക് ആനയിച്ചതിന് ശേഷം അതിൽ നിന്ന് പിന്മാറുന്നതിലും നീചമായ കൃത്യം വേറെ എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക? കർണൻ സ്വീകരിച്ച നിലപാടിൻ്റെ പ്രത്യേകത എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാമല്ലേ, നടുക്കടലിൽ കിടക്കുമ്പോൾ എന്തായിരുന്നു കർണൻ്റെ ആ ഒരു നിലപാട്? കർണൻ വിശ്വാസമർപ്പിച്ചാണ് കൃഷ്ണൻ്റെ വാക്കുകൾ പോലും ധിക്കരിച്ച് ദുര്യോധനൻ യുദ്ധത്തിനൊരുങ്ങിയത്. അർജുനനെ കർണൻ വധിക്കുമെന്ന വിശ്വാസമാണ് അതിന് കാരണം. ഇത്തരത്തിൽ ദുര്യോധനനെ സന്നദ്ധനാക്കിയ ശേഷം അതിൽ നിന്നും പിന്മാറുന്നത് വഞ്ചനയാണെന്നാണ് കർണൻ പറയുന്നത്. പണവും രാജ്യവും പ്രതാപവും മുന്നിൽ വെച്ച് പ്രലോഭിപ്പിച്ചിട്ടും നിലപാടുകളും വിശ്വാസങ്ങളും പണയപ്പെടുത്താൻ കർണൻ തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ കർണൻ സൗഹൃദത്തിന് വില കൽപ്പിക്കുകയും ദുര്യോധനൻ തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. യുദ്ധത്തെക്കുറിച്ചുള്ള കർണൻ്റെ നിലപാട് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യുദ്ധത്തിൽ ജയവും പരാജയവും പ്രശ്നമല്ലെന്നും യുദ്ധം തന്നെയാണ് പ്രധാനമെന്നും കർണൻ വിശ്വസിക്കുന്നു. ജയത്തെക്കുറിച്ചോ പരാജയത്തെക്കുറിച്ചോ ചിന്തിക്കാതെ, മരണഭയം കൂടാതെ, ധനമോഹം കൊണ്ടോ ബന്ധം കൊണ്ടോ പിന്മാറാതെ നിലപാടുകൾക്ക് വേണ്ടി നടത്തപ്പെടേണ്ടതാണ് യുദ്ധമെന്ന് കർണൻ വിശ്വസിക്കുന്നു. പരാജയ ഭീതിയോർത്ത് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നില്ല. യുദ്ധത്തിൽ ബന്ധങ്ങൾ പരിഗണിക്കുന്നുമില്ല. ഇനി ഈ കഥാപാത്ര നിരൂപണം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ കർണനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം? കൃഷ്ണനോടുള്ള ആദരവിനെ കുറിച്ചിട്ട്, ശത്രുവിനോട് പോലും പുലർത്തുന്ന വിശ്വാസം, മറ്റുള്ളവരിലെ നന്മയെ തിരിച്ചറിയുന്നു, വിവേകപൂർണമായ പെരുമാറ്റം, നന്ദികേടിനെ നീചമായും പാപമായും കരുതുന്നു, പണത്തിനു വേണ്ടി ആദർശം കൈവിടുന്നില്ല, ആത്മാഭിമാനത്തോടെ പ്രധാനമായി കരുതുന്നു, ആത്മാഭിമാനമാണ് ഏറ്റവും പ്രധാനമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്, സൗഹൃദത്തിന് വില കൽപ്പിക്കുന്നു, ക്ഷത്രിയ വീര്യം കാക്കുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കഥാപാത്ര നിരൂപണവും തയ്യാറാക്കാൻ വേണ്ടി സഹായിക്കും. മറ്റൊരു ചോദ്യം നോക്കൂ. ഭാഷയെ കസ്തൂരിയോട് സാദൃശ്യപ്പെടുത്തിയതിൻ്റെ ഔചിത്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ കുറഞ്ഞ അളവാണെങ്കിലും ഏറെ സുഗന്ധം പരത്താൻ കസ്തൂരിക്ക് കഴിയും. ആ സുഗന്ധം എല്ലാവർക്കും പ്രിയങ്കരമാണ്. ഭാഷ കസ്തൂരി പോലെയാണ്. കുറച്ചാളുകൾ മാത്രമാണ് മലയാള ഭാഷ ഉപയോഗിക്കുന്നതെങ്കിലും അതിൻ്റെ മഹത്വം ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നമ്മുടെ കവിതയിലെ ചില വരികൾ തന്നിട്ടുണ്ട്. ഇതിലെ ചോദ്യം, പുഷ്പവാടി വസന്തങ്ങൾ കുയിലുകൾ മതഭൃംഗങ്ങൾ തുടങ്ങിയ
തുടങ്ങിയവ നൽകുന്ന സവിശേഷാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഭാഷയെ പൂന്തോട്ടത്തോട് ഉപമിക്കുന്നു. പാട്ട്, മണിപ്രവാളം, ചമ്പുകൾ, ഖണ്ഡകാവ്യങ്ങൾ, മഹാകാവ്യങ്ങൾ, മുക്തങ്ങൾ, വിലാപകാവ്യങ്ങൾ എന്നിങ്ങനെയാണ് വിവിധ സാഹിത്യ പ്രസ്ഥാനങ്ങൾ. ഭാഷയാകുന്ന പൂന്തോട്ടത്തിലെ വസന്തങ്ങൾ ആ പൂന്തോട്ടത്തിലെ പൂക്കളാണ് സാഹിത്യകൃതികൾ. കുയിലുകൾ സാഹിത്യകാരന്മാരാണ്. സാഹിത്യകൃതികളുടെ ആസ്വാദകരാണ് വണ്ടുകൾ. അതുപോലെ തന്നെ മലയാള ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അതും കൂട്ടുകാർ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി മാണിക്യ വീണ നീ മീട്ടിയാലും മാണിക്യ വീണ എന്ന പ്രയോഗത്തിൻ്റെ ഔചിത്യം വ്യക്തമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. മാണിക്യ വീണ എന്നാൽ മാണിക്യം കൊണ്ടുള്ള വീണ എന്നാണ് അർത്ഥം. നവരത്നങ്ങളിൽ ഒന്നാണ് മാണിക്യം. സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിവുള്ള ഉപകരണമാണ് വീണ. മാണിക്യ വീണ എന്ന പ്രയോഗം ഭാഷയുടെ വൈശിഷ്ട്യം, മഹത്വം, മാധുര്യം എന്നിവ സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം നോക്കൂ. ഗാന്ധിജിയെയും ആകാശത്തെയും താരതമ്യപ്പെടുത്തിയതിൻ്റെ ഔചിത്യം പരിശോധിച്ച് താരക മണിമാല, കാരണിച്ചളി എന്നീ പ്രയോഗങ്ങളുടെ സൗന്ദര്യം വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശം പോലെ വിശാലമായ കാഴ്ചപ്പാടാണ് ഗാന്ധിജിക്കുള്ളത്. രത്നം പോലെയുള്ള നക്ഷത്രങ്ങളും ചളി പോലെ കറുത്തിരുണ്ട മേഘങ്ങളും ആകാശത്തിലുണ്ട്. എല്ലാത്തിനെയും ആകാശം ഒരേപോലെ ഉൾക്കൊള്ളുന്നു. അതുപോലെ ഏതു സാഹചര്യത്തെയും അദ്ദേഹം ഒരേപോലെ നേരിടുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ രത്നമാലയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. കാരണിച്ചളി എന്നത് കറുത്ത മേഘങ്ങളെ കുറിക്കുന്നു. രത്നമാല മനോഹരവും ചളി വിരൂപവുമാണ്. നക്ഷത്രമാകുന്ന രത്നമാലയെയും കാർമേഘമാകുന്ന ചളിയെയും ആകാശം യാതൊരു ഭേദഭാവവുമില്ലാതെ ഒരേ മനസ്സോടെ സ്വീകരിക്കുന്നു. ഇതുപോലെ ഗാന്ധിജിയും എല്ലാത്തിനെയും ഒരേ മനസ്സോടെയാണ് ഉൾക്കൊള്ളുന്നത്. പ്രശംസയായാലും വിമർശനമായാലും രണ്ടിനെയും ഒരുപോലെ സ്വീകരിക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ട്. മറ്റൊന്ന് നോക്കൂ. ഗാന്ധിജിയുടെ ആയുധം എന്തായിരുന്നു? ആയുധമില്ലാതെ യുദ്ധം ചെയ്യുന്നത് എങ്ങനെ? ആയുധമില്ലാതെ അദ്ദേഹം ധർമ്മയുദ്ധം നയിച്ചു. അഹിംസ എന്ന ആശയമായിരുന്നു ഗാന്ധിജിയുടെ ആയുധം. നിരാഹാരം, നിസ്സഹകരണം, മൗനവ്രതം എന്നീ സമരമുറകളിലൂടെ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. തൻ്റെ ആശയങ്ങളെ ഹിംസ കൂടാതെ മറ്റുള്ളവർക്ക് പകർന്നു നൽകി. ഇനി ഗാന്ധിജിയുടെ അധ്യാപനത്തെക്കുറിച്ചിട്ട് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെഴുതാം. അധ്യാപനത്തിന് പുസ്തകം അനിവാര്യമാണ്. പുസ്തകങ്ങൾക്കപ്പുറത്ത് ജീവിതം എന്ന പാഠമുണ്ട്. ഗാന്ധിജി നമുക്ക് പഠിപ്പിച്ചു തന്നു. ജീവിതം പരോപകാരപ്രദമാണെന്നും എളിമയും ത്യാഗവും സഹനവും അഹിംസയും ഏറെ മൂല്യമുള്ളതാണെന്നും അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു. തൻ്റെ ആദർശങ്ങളെ സ്വന്തം ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും അദ്ദേഹം നമുക്ക് കാട്ടിത്തരികയും ചെയ്തു. ഓക്കെ, ഇനി അടുത്തത്. ഉണ്ണി അരികിൽ വേണമെന്നത് എൻ്റെ സ്വാർത്ഥത. രാഷ്ട്രത്തിനു വേണ്ടി എന്തും നൽകാമെന്ന ചിന്ത മാത്രമേ ഉണ്ണിയിൽ ഉണ്ടാകാവൂ. അമ്മയുടെ ഈ വാക്കുകൾ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഇതേ സെയിം ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വന്തം സ്വാർത്ഥതക്കോ അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങൾക്കോ വേണ്ടിയല്ല, മകൻ്റെ ഉയർച്ചയെന്നും സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യലാണ് ജീവിത വിജയമെന്ന് അമ്മ കരുതുന്നു. എന്നാൽ ഇത്തരം മനോഭാവങ്ങൾ ഇന്ന് അപൂർവമാണ്. മക്കളെ സ്വാർത്ഥമോഹങ്ങൾക്കും ഭൗതിക നേട്ടങ്ങൾക്കും വേണ്ടി വളർത്തുന്നവരാണ് ഇന്നത്തെ തലമുറ. ഇനി അമ്മയെ ഭൂമിയോട് ഉപമിച്ചതിൻ്റെ ഔചിത്യം വ്യക്തമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. സർവ്വചരാചരങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഭൂമി മാതൃത്വത്തിൻ്റെ മഹാശക്തിയാണ്. വിധവയായിട്ടും അമ്മ മാതൃത്വത്തിൻ്റെ ശക്തി കാണിക്കുന്നു. ഭൂമി സ്വയം കരുത്താർജിക്കുന്നത് പോലെ അമ്മ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നു. ഭൂമി സർവ്വചരാചരങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. അമ്മ വീടിനോടും നാടിനോടും മകനെ അടുപ്പിക്കുന്നു. അപരാജിതയായ ഭൂമിയെപ്പോലെ അമ്മയും അപരാജിതയായി നിലകൊള്ളുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.